ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. പെണ്ണ് കാണലാണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളുമായിട്ട് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ രണ്ടാളുടെ വർക്കിന് പോയതായിരുന്നു. വർക്കിന് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ക്ലോത്തൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ധാവണിയാണ് ഉദ്ദേശിക്കുന്നത്. ധാവണി, ബ്ലൗസും അതിൻ്റെ ദുപ്പട്ട, ജസ്റ്റ് ഒരു ഷോള് പോലെ നെറ്റിൻ്റെ ഷോള് വെയർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്നിട്ട് അതിൽ സ്കാലപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ക്ലോത്ത് കാര്യങ്ങൾ, മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ. ഞങ്ങളാകെ ടയേർഡായിട്ടാണ് ഉള്ളത്. മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. രാവിലെ പുലർച്ചെ ഒരു 3 മണിയായപ്പം മേക്കപ്പ് വർക്കിന് പോയതാണ്. അത് കഴിഞ്ഞ് ഈ ഒരു ടൈമിലാണ്, കുറച്ച് കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് തിരിച്ചു വരുന്നത്. അപ്പോഴത്തേക്കും ആകെ വയ്യാണ്ടായിട്ടുണ്ട്. പിന്നെ അത് വാങ്ങിപ്പോയാലല്ലേ ഹാൻഡ് വർക്ക് വേഗം ചെയ്തെടുക്കാനാവുള്ളൂ എന്ന് വെച്ചിട്ട് അതുകൊണ്ട് മാത്രം അവിടെ അന്ന് വൈകുന്നേരം ഇറങ്ങിയതാണ്. രാവിലത്തെ വർക്കും വൈകുന്നേരത്തെ റിസപ്ഷൻ വർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെ നമ്മളവിടെ നിന്ന് ചെയ്ത് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലോത്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബീഡ്സ് കാര്യങ്ങൾ കൂടെ എടുക്കാനുണ്ട്. അതും കൂടെ വാങ്ങിയിട്ട് അത്യാവശ്യം എല്ലാ സ്റ്റോക്ക് ഉണ്ട് നമ്മളെ കയ്യിൽ. പക്ഷെ അത്യാവശ്യം വേണ്ടത് നമ്മൾ വാങ്ങിച്ചു. ഇനി ഹാൻഡ് വർക്ക് നല്ല പ്രോസസ്സാണ് കേട്ടോ. അത്യാവശ്യം ഹെവി പോലെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. ഓവറല്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരെ വീട്ടിലുള്ളവരും ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും മാത്രമാണ് വരുന്നത്. നമ്മളെ വീട്ടിലുള്ളവരും മാത്രമാണ്. അങ്ങനെ റിലേറ്റീവ്സ് കാര്യങ്ങൾ അങ്ങനെ ആരെയും നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല. പെണ്ണ് കാണലാണല്ലോ. ഇനി അതിനുശേഷം പിന്നെ ഉറപ്പിക്കാൻ അങ്ങോട്ട് പോവുക. അതിനുശേഷം പിന്നെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻഗേജ്മെൻറ്റിനേക്ക് എല്ലാവരെയും ക്ഷണിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഒരു 2 ദിവസം എടുത്തിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഒറ്റ ഇരിപ്പിരിക്കാനാവില്ല. ഓരോരോ വർക്ക് കാര്യങ്ങൾ വേറെയും പോകാനുണ്ടാവും. അപ്പോൾ കുറച്ച് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ സ്ലീവ് വരുന്നത്. സ്ലീവ് നെറ്റാണ്. ഞാൻ അധികം നെറ്റിൻ്റെ സ്ലീവാണ് യൂസ് ചെയ്യുക. അതിൽ അത്യാവശ്യം നല്ല ഹെവിയിലുള്ള ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കളർ ബീഡ്സ്, സ്റ്റോണ്, അതുപോലെ തന്നെ ഹാങ്ങിങ്സ്, ഇടയ്ക്കും ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കും ഹാങ്ങിങ്സൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഏതൊക്കെ പാർട്ടിലേക്ക്, ഏതൊക്കെ പാറ്റേണിലേക്ക് ഹാങ്ങിങ്സ് കൊടുക്കാവോ അത് ഞാൻ കൊടുത്തിരിക്കും. അത്ര ഇഷ്ടമാണ്. അങ്ങനെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ബോഡി പാർട്ടാണ്. ബോഡി പാർട്ടിന് നെക്കിന് മാത്രം വർക്ക് കൊടുത്തിട്ട് ബോഡി പാർട്ടിൻ്റെ ഭാഗത്തേക്കൊക്കെ നമ്മൾ ചെറിയ ഫ്ലവേഴ്സ് കാര്യങ്ങളുള്ള മോട്ടീഫാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ടോട്ടൽ ആയിട്ട് വരുന്നത്. ഷോളാണെങ്കിലും നമ്മൾ സ്ലീവ് സ്റ്റോൺ ലേസും കൊണ്ടാണ് സ്കാലപ്പ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സീക്വൻസും സ്റ്റോണും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കളർഫുള്ളാക്കി. വെച്ചാൽ നമ്മൾ ഭയങ്കര ഹെവി ആക്കാതെ ചെറിയ ഫങ്ഷൻ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ, അന്ന് വേറെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അമ്മയാണ് കേട്ടോ ഇത് നമ്മളെ ഗുരുവായൂർ നാട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിന്നിസ് മാൾ എന്നാണ് ഷോപ്പിൻ്റെ പേര് കേട്ടോ. ഇത് നമ്മളെ സ്വന്തം ബിന്ദു ചേച്ചിയാണ്. ചേച്ചി എനിക്ക് മാലകൾ കാര്യങ്ങളൊക്കെ വേറെ ചെയ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് തരികയാണ് കേട്ടോ. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നാണം വന്നതാണ് കണ്ടത്. ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഒരു മാല എടുത്തു. അത് പിക്കിലേക്ക് ആഡ് ചെയ്യുന്ന ആ ക്ലിപ്പ് എവിടെയോ മിസ്സായി പോയിട്ടുണ്ട്. അന്ന് വേറെ ചെയ്യുന്ന ആ ഒരു ലുക്കിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി ജസ്റ്റ് കമ്മലിൻ്റെ ഇതൊക്കെ നോക്കി എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഹെയർ കാര്യങ്ങൾ ഒക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. അമ്മ ഞാനും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ നമ്മളവിടെ നാട്ടിൽ തന്നെയുള്ള പാർലറാണ് മിന്നിസ് എന്നാണ്. അവിടെ തന്നെയുള്ള പാർലർ തന്നെയാണ്, അവരെ തന്നെയാണ്. ഇതാണ് കേട്ടോ നമ്മളെ വീട്. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ടിൽ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മേശകൾ, കസേരകൾ, ജസ്റ്റ് അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഏരിയ മാത്രം. ഉള്ളിൽ എല്ലാവരും കൂടെ ഇരിക്കേണ്ട ഒരു സ്പേസ് കാര്യങ്ങളുള്ള പരിമിതി കൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് ഒരുക്കങ്ങൾ കാര്യങ്ങൾ, ഈ കുഞ്ഞു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി നാളെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്.
എന്നാൽ വീഡിയോ എടുക്കാനാവോ എന്താ ഏതാണെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ പരമാവധി ആ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ട് ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.